നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ തോരനാണ് കേട്ടോ. വരുന്നവർക്ക് മാത്രം സഹായം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴതിന് വില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വില ഉണ്ടാവില്ലേ. ഗ്രാമത്തിന്റെ കാവൽക്കാരനായിരുന്നു വേലായുധൻ. വെയിലിനെയും മഴയെയും പ്രതിരോധിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഞാനെന്താ നന്നാവാത്ത? പുല്ലെങ്കിലും സരിത വലിച്ചോളോ, അതെങ്കിലും അജുനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടിരുന്നോളൂ പറഞ്ഞിട്ട്. മതിയാ? ഇനി പിന്നെ മതി. മറ്റുള്ള പാരന്റ്സിനെ പോലെ ഞാൻ ഇന്നത് പറയണ തന്നെ നീ പഠിക്കണം എന്ന് ഞാൻ നിന്നോട് ഒരിക്കലും പറയില്ല. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്താനിരിക്കുന്ന കുറച്ച് പേര് വെറുതെ ചൊറിയാൻ വേണ്ടി പറയണ കമന്റ്സ്. കാറിന്റെ സൈഡിയോടെ ഇങ്ങനെ ഒറ്റ പോക്ക് പോയതിന് കലപ്പയേന്തിയ കർഷകൻ നമ്മുടെ പറമ്പിലത്തെ പച്ചക്കറി അടുക്കള തോട്ടത്തിലത്തെ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് കനത്ത മഴ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോസകളൊക്കെ ഇല്ലേ, റോസകളിലത്തെ കംപ്ലീറ്റ് പൂവുകൾ ഒക്കെ കൊഴിഞ്ഞു. അയ്യോ കാലുമ ഒരു മുള്ള കയറി കടാ, എല്ലാം കൊഴിഞ്ഞു. മഴ കനക്കുമ്പോൾ കംപ്ലീറ്റ് ഇത് കൊഴിഞ്ഞു. ഇനി ചിലക്ക് വളടാൻ പോവാണ്. ഇതാണ് നമ്മുടെ പണി. കടയിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ ചെത്തും. ആ വളം ഒരു ചാക്ക് അവർ തന്നിട്ടുണ്ടല്ലോ, കണ്ട ഇങ്ങനെ ഒന്ന് ഭംഗിയിരുന്ന് ആക്കും. ആദ്യം ഇപ്പോൾ ആ വളം ചാക്കൊന്ന് എടുക്കാൻ വളം ചാക്കൊന്ന് കാണിച്ചു തരാം എന്തിട്ട് വളമാണ്. അവിടെയാണ് സരിത വളം ചാക്ക് പൊക്കണേ. അത് 50 കിലോനെ നോക്കട്ടെ, കനം കൂടുതലാണെങ്കിൽ പൊക്കണില്ല. അവിടെ ചാക്ക് പൊക്കിയിട്ട് വെറുതെ അവിടെ ഇവിടെ വേദനെടുക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഇത് കനണ്ട്. ഇത് അത്ര കിലോയില്ലല്ലേ, ഇത് 25 കിലോനുള്ളത്. കാരണമൊന്നുമില്ല. ഇതാണ് വളട്ടാ. ഇതാണ് അവർ തന്നത്. നമുക്ക് റോസ ചെടികൾ വാങ്ങിച്ചില്ലേ, അപ്പോൾ തന്നിട്ടുള്ള വളമാണ് ഇത്. ഇടയ്ക്ക് ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ചുറ്റൊന്ന് ഇത്തിരി വെതറി കൊടുക്കാമെന്ന് പറഞ്ഞു പോണത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ആവശ്യമില്ല കൊണ്ടുപോയാൽ മതി. വെറുതെ തലയിൽ ഭാരം ചോക്കണ്ടല്ലോ. ഇതാണ് ഇവർ ജൈവവളം എന്ന് പറഞ്ഞു. കറുത്തിട്ട് കണ്ട എന്തുട്ടേക്ക് ചേർത്തിട്ടുള്ളതാണോ കണ്ട ഇങ്ങനത്തെ വളമാണ്. കണ്ട ഒരു പ്രത്യേക പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മണമൊന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ വിചാരിച്ചേ എല്ലുപൊടി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. 480 എന്തുകൊണ്ട് വാങ്ങിച്ചെന്നുകൊണ്ടായിരുന്നു. അപ്പോൾ മിണ്ടായിരുന്നോളാ 2 പേരെയും, ചാർലിനെയും പേളിനെയും ഞാൻ പൂട്ടിയിട്ട് നോക്കാം. ഇവനല്ലേ ഇന്നലെ ഞാൻ വൈകുന്നേരം തൃശ്ശൂർക്ക് പോകുമ്പോൾ കമ്പനിപ്പടി വരെ എൻ്റെ പിന്നിയോടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്തു, ഹൈവേ കൂടെ പിന്നിയോടെ വന്നു. അവിടെ നിന്ന് ഒരു 3/4 കിലോമീറ്റർ ചീരാച്ചി വളവ് വരെ ഈ ഗടി വന്നു. ഞാൻ വിചാരിച്ചു വണ്ടി ഇടിച്ച് എത്തുന്നു. പക്ഷേ പിന്നെ തൃശ്ശൂർ പോയി വരുമ്പോൾ ആൾ ഇവിടെ ഉണ്ട്. ഇവിടെ പേളിയിലൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടാ ലോകോത്തര കറങ്ങലാണ്. ഇന്നാൾ കാറിടിച്ച് ചത്താനാ ഇവൻ്റെ ഈ നിധിൻ്റെ പിന്നിയോടെ പോയിട്ട്. അതൊരു സീൻ തന്നെ. ആ സീനിൽ ഈ സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്തോളാട്ടോ സീനെ ഉണ്ടെങ്കിൽ. കാറിൻ്റെ സൈഡിയോടെ ഇങ്ങനെ ഒറ്റ പോക്ക് പോയതിന് മിന്നായും പോലെ. മിണ്ടാനക്കറി ആനക്കാര്യത്തിൻ്റെ ഇടയിലെ ചേനക്കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് റോസയ്ക്ക് വളർന്നു കേട്ടോ. റോസയ്ക്ക് വളർന്നതിൽ ഇത് ജൈവവളം തരുതേ. വെറുതെ നിന്ന് മണ്ണിന്ന് ഒന്ന് അനക്കി കൊടുത്തിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒരു പൊടിയാണ് കണ്ട. ഇതിലെല്ലാം കോഴിക്കാട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി കൂടുതൽ അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജൈവവളമായ കാരണം ഒരു കപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട്. അല്ല കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു കുഞ്ഞൊരു പാത്രം ഇത് ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കാം. ഞങ്ങൾ മലമ്പുഴ പോയപ്പോഴേ ഇതുപോലെ തന്നെ റോസയ്ക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നവർ. ഇതിനോട് തോറ്റല്ലോ പേളിനുണ്ട്. അതിന് അങ്ങോട്ട് നീക്കി പൂട്ടില്ല. ഞാൻ അവിടെ കൊണ്ടുപോയി പൂട്ടിയിടാം. നിന്നെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടാലേ ശരിയുള്ള. എൻ്റെ മേത്തേക്ക് വരരുത്. ചാർലിനോട് കൊണ്ടു കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ചാർലി പിന്നെ കണ്ട സമാധാനപരമായി കിടപ്പാ. എന്താ കടി നിന്നെയും അതിൻ്റെ അവളൊപ്പം എന്നെ കൊണ്ടു കേട്ടാ. അല്ലെങ്കിലേ നീയും കുഴപ്പമുണ്ടാക്കും. കൂട്ടിന് ഇവനെവിടെ ഉണ്ട് കേട്ടാ. 2 പേരും ഇവിടെ മുഖത്തോട് മുഖം നോക്കി കിടന്നോ. ഇഷ്ടംപോലെ പുല്ലുണ്ട്, അതിൽ കിടന്നോ. കമ്പനിയിലേ കിടന്നോട്ടെ. ഇങ്ങനത്തെ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ബക്കറ്റിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു.
ഞാൻ വിചാരിച്ചു വേറെ ടൈപ്പ് വളമാണ്. ഇത് തനി ജൈവം. അവിടെ മറ്റേ നീതുവിൻ്റെ വീട്ടിൽ ജയൻ്റെ വീടിൻ്റെ അവിടെ പുല്ല് വെട്ടുണ്ട്. അതിന് ഭയങ്കര ശബ്ദം. അതിൻ്റെ ഇടയിൽ നായ്ക്കളും ഒക്കെ അതിന് കൂടി ശബ്ദമാകുമ്പോൾ ഭയങ്കര അരോചകം. പുല്ല് വെട്ടണവർ നിർത്തിയതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ പെയ്യും. ആവറ്റണം ഒന്നും ചെയ്യില്ല. സുജിത വന്നിട്ടുണ്ട് പുല്ല് മിറ്റടിക്കാനായിട്ട്. എല്ലാത്തും പൂവ് പോയപ്പോഴേ ഭംഗി പോയി. ഇനി വരെ ആദ്യം പുതിയം ഒക്കെ പുല്ലായിട്ട് വരണം. അല്ല പുല്ലായിട്ടല്ല, പൂവായിട്ട് വരണം. കഴിഞ്ഞാൽ നീ അടിപൊളിയാവും. മണ്ണിൽ നടുമ്പോഴേ പെട്ടെന്ന് ഇതിൽ തടത്തിലൊക്കെ പുല്ല് വരും. പെട്ടെന്ന് പുല്ല് വരും. അങ്ങനെ ദൂഷ്യമുണ്ട് ഇതിൽ. നമ്മൾ ഓരോന്നിൻ്റെ ആഗ്രഹം വരെ എല്ലാവർക്കും ഒന്ന് കടയ്ക്കാൻ കംപ്ലീറ്റ് മാന്തിയിട്ട് ഒരുമിച്ച് കൊണ്ട് വളടാന്ന് വിചാരിച്ചു. അപാര വെയിലാ, ചുട്ട വെയിലാ, തല പൊളിയും. റോസകളെ അടിപൊളിയായിട്ട് പൂവുണ്ടാവാട്ടാ. നിങ്ങളുടെയൊക്കെ പരിചരണത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരളവും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ നോക്കാൻ പോണത്. അയ്യോ എൻ്റെ അമ്മയെ വെയിൽ. നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ കളക്കിനാരനെ അപ്പോൾ ഇവിടെ നോക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുല്ലായി ഇവിടെ. പക്ഷേ ചെടികളൊക്കെ നോക്കിയാൽ എല്ലാം വലുതായി. കണ്ട നല്ല വലിപ്പമായി. സരിതപ്പം ഇങ്ങോട്ട് വരും. ആ തീ കത്തിക്കാൻ പറഞ്ഞാൽ എൻ്റെ കാലും മണ്ണായി കാരണം ഞാൻ തീ കത്തിച്ച് കൊടുക്കാം അല്ലേ. അടുപ്പിലേ തീ കത്തിച്ച് കൊടുക്കാം. ഒരു സ്പെഷ്യൽ സാധനമാണ് സരിത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോകണട്ടോ. തീ കത്തിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് സരിത ഞാൻ കത്തിച്ചോളാം തീ. ഞാൻ തീ കത്തിച്ചോളാന്നല്ലേ പറഞ്ഞേ. കണ്ടാ നോണ പറയണ നോക്കി കത്തിച്ചു തരാൻ പറഞ്ഞു സരിതാന്ന്. ഞാൻ കത്തിച്ചോളാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ കാലുമേലത്തെ മണ്ണ് അതിലേക്ക് ആക്കണ്ട വെച്ചിട്ടുണ്ട്. അതിന് ചേട്ടൻ്റെ അടുത്ത് ഞാൻ കത്തിക്കണ്ടെന്നല്ലേ പറഞ്ഞേ. ഞാൻ കത്തിച്ചോളാന്നല്ലേ പറഞ്ഞത്. എനിക്ക് കത്തിക്കണം. അപ്പം അങ്ങനെ പറയും. എനിക്ക് കത്തിക്കണം എന്ന് പറയും. അല്ലാണ്ട് സരിത പറഞ്ഞു എന്ന് പറയരുത്. മര്യാദയ്ക്ക് പണിയെടുത്തോടുന്ന ആളാ. ഞാൻ വന്നു ഇപ്പം ഇങ്ങോട്ട് പോന്നു. അല്ല അത് ഇതാവും ഇപ്പോൾ ആണുങ്ങളുടെ വില കളയാൻ. ഞാൻ കത്തിച്ച് എളുപ്പപ്പണി ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ട് വന്നാണ്. അത് മറ്റേ നരൻ സിനിമയില് പറയില്ലേ, മധു പറഞ്ഞു കൊടുക്കില്ലേ മോഹൻലാലിന്, നമ്മള് സഹായം ചോദിച്ചു വരുന്നവർക്കാണ് സഹായം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സഹായമാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പലതും അവർക്ക് ഉപദ്രവമായിരിക്കും. മനസ്സിലായ? അപ്പൊ ഇത് ഉപദ്രവമാണ്. ഇത് ഉപദ്രവമല്ല, പക്ഷെ പറഞ്ഞ് ചോദിച്ച് വരുന്നവർക്ക് മാത്രം സഹായം കൊടുക്കാൻ പാടുള്ളൂ. അപ്പഴ അതിന് വില ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വില ഉണ്ടാവില്ല. വില വേണ്ട. മോഹൻലാലിന് അതിൽ വിലയില്ല. ആള് ഒന്നും ചെയ്യാണ്ടായപ്പോഴല്ല ആളുടെ വില ആൾക്കാർക്ക് മനസ്സിലായത് സിനിമയില്. ഒന്നും ചെയ്യാണ്ടായപ്പോഴല്ല. അല്ല മോഹൻലാൽ ഒന്നും ചെയ്യാണ്ടായപ്പോ പിന്നെ ആളുകൾ അവിടേക്ക് ഓരോ ആളുകൾ വന്നിട്ട് അവിടെ അതാ പറഞ്ഞത്. അത്ര കാലമുള്ള ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ വാല്യൂ ഉണ്ടല്ലോ. ആ വേലായുധൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, മോഹൻലാൽ അല്ല, വേലായുധൻ എന്ന കഥാപാത്രം ആ ഗ്രാമത്തിന് എത്ര സഹായമായിരുന്നു എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി. ഗ്രമത്തിന്റെ കാവൽക്കാരനായിരുന്നു വേലായുധൻ. അതന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ തോരനാണ് കേട്ടാ. ചിക്കൻ തോരൻ നമ്മുടേതല്ല, നാഗർകോവിൽക്കാരുടെ ഒരു സാധനമാണ്. മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടാ. ഇത് ഒരു കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നിലത്തെ മാസം അങ്ങോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. നല്ലൊരു ചിക്കൻ തോരൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നി. അപ്പം അതാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ ചെയ്ത് തുടങ്ങട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ ചിക്കൻ ഇത്രയുണ്ട്. ഇത് മുഴുവൻ വേണം ദൈവമേ. ചിക്കൻ കൂടുതലുള്ള കാരണം കൊണ്ട് നമ്മൾ ചട്ടി വലുത് അനില ചേട്ടൻ്റെ അവിടെ നിന്ന് അനില ചേട്ടൻ ബീഫ് വയ്ക്കണ ചട്ടി. അത് ചെറുതാക്കിയിട്ട് നുറുക്കിയേക്കാട്ടാ. ചില്ലി കട്ടണ് അടിയിൽ വെള്ളം ഉണ്ട്. അതാരം ഞാനിത് ഊറ്റിയെടുക്കട്ടെ. ചെറുതാക്കി ചെറുതാക്കിട്ട് തന്നെയാണ് നുറുക്കാൻ പറയണേ. ഇത്രയും ചെറുതാക്കാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു പീസ് പുറത്തേക്ക് തീ കത്തിച്ച് തന്നിട്ടാ. ഞാൻ ആ റോസയില മണ്ണ് കടക്കിന്ന് കൂട്ടിയിട്ടെ വളട്ടൽ കഴിഞ്ഞു. മണ്ണായിണ്ടാ
ആദ്യത്തെ തവണ ഞാൻ അവരെ കൊണ്ട് ആക്കണ്ട, സരിതിക്കും ജഗുവിനാണ് ഇതിൻ്റെ വളരെല്ലാം പരിപാലനമൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ എന്തെന്ന് വെച്ചിട്ടില്ലേ, ആദ്യത്തെ തവണ ഒന്ന് ഭംഗിയാക്കി കൊടുക്കേണ്ട ചുമതല എൻ്റെയാണ്. അവരിട്ട ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതേ കൂടുതലുണ്ട് ചിക്കൻ, അപ്പം ഞാൻ കുറച്ച് മാറ്റുന്നുണ്ട്. ഇതിലേക്കുള്ള സാധനങ്ങൾ ചിലപ്പോഴേ നമ്മളാക്കി വെച്ചത് തികയില്ല, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ എന്നോട് പകുതി എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്, പക്ഷേ പകുതിയല്ല, അതിനേക്കാൾ ഇത്തിരി കൂടുതൽ. ഇത്രയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് ഞാൻ മാറ്റി, ഇത്രയുണ്ട്. ഇതിലേക്ക് ജഗ്ഗുവിനെ സാധാരണ വീഡിയോയിലേക്ക് വിളിച്ചാൽ വരാറില്ല, ഇപ്പോൾ വന്ന് വിളിക്കാണ്ട് തന്നെ വന്നിരിക്കുന്നുണ്ട്. നാളെ പരീക്ഷയാണ്, അപ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടണത് കേട്ടോ. ഒരു 2 കുടം വെളുത്തുള്ളിയും അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ചേട്ടാ വേപ്പിൻ്റെ ഇല ഓടിച്ചോണ്ടിയാ. വെയിൽ മാറി മഴ തോടുമ്പോൾ ഒരു സുഖം. മഴ തോളുണ്ടാ? ചെറുതായിട്ട് തോളുണ്ട്. കാറിന് ഞാൻ എന്തൊരു വെയിലത്ത് കളക്കണമെന്ന് അറിയോ? അത് ഓടിച്ചെടുത്തോ, ഇങ്ങോട്ട് ഓടിച്ചെടുത്തോ. എന്തിനാ ചേട്ടാ വെയിലത്ത് കളക്കണേ? എനിക്ക് അതാ മനസ്സിലാവാത്തത്. വെയിലിനെയും മഴയെയും പ്രതിരോധിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഇനി എന്നിട്ട് ഞാൻ വിയർപ്പ് താഴ്ന്നിട്ട് വല്ല അസുഖം വരുത്തി വെക്കാം. അതന്നെ, സകല സ്ഥലത്തും പനിയാ, പലതരം പനികൾ. വെയിൽ കൊണ്ടിട്ട് പനി വരുമോ? വെയിൽ കൊണ്ട് വിയർപ്പ് താന്നിട്ട് ഇപ്പൊ മഴച്ചാറിലും കൊള്ളണു. വേപ്പിൻ്റെ ഇല ഇട്ടു. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം നമുക്കിത് വേവിക്കാൻ. ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കേണ്ടി വരും. സ്റ്റൗമ്മ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ, ഏതെങ്കിലും ഒരു വല്ല അടികട്ടിയായിട്ടുള്ള ഏതെങ്കിലും വല്ല സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് നമ്മൾ വേവിക്കണമെങ്കിൽ വെള്ളം വേണ്ടി വരില്ല. ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ ഇത് വെന്തോളും. ഇതിപ്പോൾ വിറകടുപ്പിലാണ് ചെയ്യണേ, മൺചട്ടിയിലുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം വേണ്ടി. അയ്യോ, ഇത് ഊടിയിട്ട് ഡൈവ് ചെയ്ത് വരുന്നേ. അല്ല, തീ കത്തണ്ടേ നോക്കിയതാ. എന്തൊട്ട വെയിലിൻ്റെ അമ്മേ. തീ കത്തുണ്ടോ നോക്കാൻ വന്നാ വെയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. മഴയൊക്കെ പോയി. പൊള്ള തല കണ്ട ചൂടായിട്ടുണ്ടാ. അങ്ങനെ ഇറച്ചി കൂട്ടാൻ വെക്കാൻ പോണു. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചട്ടിയിൽ. അയ്യോ, ഇതിന് മൂടിയില്ലല്ലോ ജഗ്ഗുവാ. ഒരു കിണ്ണടുത്ത് മൂടിയാൽ മതി, കിണ്ണടുത്ത് മതി. എന്തായാലും എനിക്ക് പോണം. ഇത് ഞാൻ എടുത്ത് വെക്കട്ടെ, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കട്ടെ. ഇത് കേടാവും. ഞാൻ എന്നിട്ട് മൂടി എടുത്തിട്ട് വരാട്ടാ. നീ നോക്കിയേ, നമ്മുടെ റോസയ്ക്ക് വേണ്ട ചെത്തി കൂട്ടി വേണ്ട, വളർട്ട് ചെത്തി കൂട്ടി വേണ്ട. എന്തൊരു ഭംഗി. നമ്മൾ ഈ മലമ്പുഴ ഡാമിൽ കണ്ട പോലെ അല്ല, മലമ്പുഴ ഡാമിൽ ഈ ഡാമിൻ്റെ പൂന്തോട്ടത്തിൽ റോസകൾക്ക് ഇങ്ങനെ ചെത്തി കൂട്ടി കണ്ടിട്ടില്ലേ? ഇവിടെ സൈഡിൽ കൊതുകാണോ? അല്ല, അടിക്കേ കൊതുകല്ല, വേറെ എന്തൊരു സാധനം. ഇനി ചെത്തികളുടെ ശരിയാക്കാൻ പോകണത്തിട്ടാ. പൂവുണ്ടാവും തോന്നുള്ളൂ കേട്ടോ നമുക്ക്. ഇത് ഓണാകുമ്പോഴത്തേക്കൊക്കെ പൂന്ന് വിചാരിച്ചു, പക്ഷെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വാടി പോണത് ചിലതൊക്കെ ചീഞ്ഞു പോവാ, അങ്ങനെ മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ. കുഴപ്പമില്ല, ഭംഗിയാവും. പിന്നെ നമ്മുടെ നോക്കി ഇതൊക്കെ ഇത്രയ്ക്ക് നല്ല വലിപ്പമായി തുടങ്ങി. അത് ഞാൻ അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ആളുകളോട് പറഞ്ഞു, വലുതായി. ഞാനത് അറിഞ്ഞില്ല, ചേട്ടൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് ഈ ചെത്തികളുടെയും ഇതിൻ്റെ ഇടയിലത്തെ ഭംഗിയാക്കാം. വെയിലിനൊരു മങ്ങലുണ്ട്, അതുകൊണ്ട് വലിക്കാൻ സുഖം. അല്ല, വെയിൽ നമുക്ക് പുത്തിരിന്നല്ല, നമ്മൾ വെയിലത്ത് പണിയെടുക്കും. അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും ഇത് കാര്യം മൂടി ഇരിക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നാക്കാനും പറ്റും, പിന്നെ കണ്ണിരിയൂല. അപ്പോൾ ചുമന്നുള്ളി നന്നാക്കട്ടെ കേട്ടോ. ഉള്ളി നന്നാക്കണത് വേണമെങ്കിൽ കാണാൻ വരാം. ഉള്ളി നന്നാക്കണത് വേണമെങ്കിൽ കാണാൻ വരാം. അതേ, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് വായനയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നൈറ്റ് കമൻറ്റ് വായിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ച് പേര് നെഗറ്റീവ് കമൻറ്റ് വായിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. അതങ്ങനെ ഇപ്പുറത്തിരുന്നോ ചേട്ടൻ? അതെ, അതങ്ങനെയല്ല.
നെഗറ്റീവ് കമൻറ്റ് ഞങ്ങൾ വായിക്കും, നമ്മളതിലത്തെ നിർദ്ദേശങ്ങളൊക്കെ എടുക്കും. പക്ഷേ നമ്മൾ ആളുകൾ കേൾക്കെ ഇത് കമൻറ്റിൽ വായിക്കില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ? അതല്ല, അങ്ങനെയല്ല. നെഗറ്റീവ് കമൻറ്റ് തന്നെ 2 തരമുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്താനിരിക്കുന്ന, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് പേര് വെറുതെ ചൊറിയാൻ വേണ്ടി പറയണ കമൻസ്. അത് ചിലപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, അവർക്ക് ദേഷ്യം തോന്നുന്നുണ്ടാവും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് കമൻസ് ഇടുന്നവരെക്കാളും നമ്മൾ 1000 പോസിറ്റീവ് കമൻറ്റ് വായിച്ചിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് വായിക്കും, നമ്മൾ ഈ നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ നിൽക്കാമല്ലോ. അപ്പം അങ്ങനെ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നതും ആവാം. അപ്പം അങ്ങനത്തെ നെഗറ്റീവ് ഉണ്ട്, ഒരു ആവശ്യമില്ലാണ്ട് ചൊറിയാൻ വരുന്നത്. അതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചേട്ടാ. അതല്ലാതെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങളുണ്ടായിരിക്കും. അജു ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ സരിത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നിങ്ങളിങ്ങനെ ചെയ്ത് ഇത്തിരി കൂടി നന്നാവും, അങ്ങനെ കുറച്ചുള്ള സജഷൻസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള കമൻസ് ഉണ്ടായിരിക്കും, കുറച്ച് നെഗറ്റീവ്സ്. അപ്പം അത് നമ്മൾ വായിക്കും. അത് വായിക്കാം. ഞാൻ പറഞ്ഞു അല്ല, നെഗറ്റീവുകളെ നമ്മൾ വായിക്കുന്നതാണെല്ലാം എന്ന് പറഞ്ഞേ. മനസ്സിലല്ല നമ്മൾ കാണും. അല്ലാണ്ട് നമ്മളെ സുഖിപ്പിക്കണ കമന്റ് മാത്രം വായിച്ച് നമ്മളിങ്ങനെ അതിലങ്ങോട്ട് മയങ്ങി, അതെ, അതിൽ മയങ്ങി നമ്മൾ ഒരിക്കലും ഇരിക്കില്ല കേട്ടാ. ഇത് പറയാനാ ഞങ്ങൾ വന്നേ? അത് പറയാനാ വന്നേ? അല്ല, വെയിൽ ഭയങ്കര കൂടി. നല്ല ഭംഗിയുണ്ട്. ഇത് അടിപൊളി കൂട്ടാനാ കൂട്ടാ. അല്ല, അടിപൊളി ഫ്രൈ ആയിരിക്കുന്നത്. ഇത് ചിക്കൻ തോരനാണ്. വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെ അല്ലേ? എന്തോ മണം വരുന്നല്ലേ, നല്ല സ്മെല്ല്. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ, അതായത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഉള്ളി നന്നാക്കട്ടെ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പരീക്ഷിക്കുന്നത് ചിക്കനിലാന്നുണ്ടല്ലേ ആളുകള് അല്ലേ? എല്ലാ ടൈപ്പ് മീറ്റിൽ വെച്ചിട്ട് ചിക്കൻ അല്ല ഏറ്റവും കൂടുതൽ പേര് അല്ലേ? പോർക്കാണ് ഏറ്റവും കൂടുതൽ പേര് കഴിക്കണല്ലേ. ഇതിൻ്റെ ഇടയ്ക്കലത്തെ പുല്ല് വലിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്കിൽ വളമിട്ട് മണ്ണിട്ട് കൊടുക്കും. ഇനി ഇവിടുത്തെ ചെമ്പരത്തിരിയാണ്. ചേട്ടാ കൊങ്ങണി നട് ചേട്ടാ. അപ്പൊ ആ തണലത്ത് ചേട്ടൻ ഒരു ഭാഗത്ത് നട്ടൂടെ? അത് നടുന്നുണ്ട്. അല്ല, ഇവിടെ വൃത്തിയാക്കിട്ടേ ഇവിടെ കാണുമ്പോ തന്നെ പുല്ല് കണ്ടിട്ടില്ല ചേട്ടാ. അവിടെ തണലാവുമ്പോ അവിടെ ചെയ്തോ. ഇപ്പൊ തണലുള്ള സ്ഥലത്ത് ചേട്ടന് ചെയ്തൂടെ? ഈ വെയിൽ കൊണ്ട് തന്നെ പണിയെടുക്കണം എന്ന് വല്ല നിർബന്ധണ്ടാ? എന്നാ ശരി. അല്ല, കാണുമ്പോ ഒരു ഭംഗി വേണ്ടേ? അതെ, സമ്മതിച്ചു. ഇത്തിരി കഴിഞ്ഞാ അവിടെയൊക്കെ തണലാവും, അപ്പൊ ചെയ്തൂടെ? എന്നാ ശരി. കൊങ്ങണി അന്ന് കൊണ്ടുവന്ന് വെച്ചതാ, പിന്നെ നടാൻ നേരം കിട്ടിയിരിക്കണ്ട. വീണ്ടും ഇവരെ ഞാൻ നടാൻ തീരുമാനിക്കുകയാണ്. അന്ന് പരിപ്പ് ദോശ ഉണ്ടാക്കണ ദിവസം ചേട്ടാ ഇതും പൊക്കി പിടിച്ച് വന്നു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വന്നിരുന്നു. ഇപ്പോഴെനിക്ക് വിശക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇഷ്ടം പോലെ വെള്ളമായി. നമ്മളീ പൂന്തോട്ടം പണി ഉണ്ടല്ലോ, നമ്മുടെ പൂന്തോട്ടം പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ സുഖ, പുല്ലുണ്ടാവില്ല, ഒരു ചുക്കുണ്ടാവില്ല, അരിക്കാൻ വളം ഇട്ട് കൊടുത്താൽ മതി. മൊത്തം അതിന് കിട്ടും. പക്ഷെ ഭംഗി ഉണ്ടാവാ ഈ ഇങ്ങനെ വെക്കുമ്പോഴാ ഭംഗി ഉണ്ടാവാ. പിന്നെ ഒന്നാമത്തെ ചട്ടികള് വെക്കണതേ പാമ്പുകളെ കടയിൽ വന്നിരുന്നു, ഞാൻ അറിയില്ല. ചട്ടികള് നിറയെ വെക്കണ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേല് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭംഗി ഉണ്ടായിരിക്കും, നേരിട്ട് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. നമുക്കത് നടക്കാൻ സ്ഥലമില്ല. ഒന്നാമത്തേല് ചട്ടികൾ നിറച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ പാമ്പ് കിടന്നാലും അറിയില്ല. ഇവിടെ നമ്മുടെ അവിടെയൊക്കെ പാമ്പുകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ പിന്നെ പാമ്പുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് പേടിയേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടമാനം പുല്ലുണ്ടാവും. പുല്ല് നമ്മൾ കളകൾ പറിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയാണ് ഇത്. പക്ഷേ വളരെ ഭംഗിയായിരിക്കും ഇങ്ങനെ ചെടികൾ വെക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ. അങ്ങനെ ഗുണമുണ്ട് നമുക്ക്. അല്ല, ഈ ഇങ്ങനെ വെക്കുമ്പോൾ പൂക്കളുടെ തോട്ടങ്ങളൊക്കെ കാണില്ലേ? അതൊന്നും ചട്ടിയിലല്ലോ, മണ്ണിലല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്തോരം വേണമെന്നൊന്നും. ചുമന്നുള്ളി ഇങ്ങനെ അധികം എടുക്കുക, അങ്ങനെ ആ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ കുഞ്ഞുള്ളികളില്ലേ, ചെറുതുകളൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇടുന്നോട്ടെ. ബാക്കി ഇത്തിരി വലിപ്പമുള്ളതൊക്കെ നടു ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇടാം. തുറന്നു നോക്കട്ടെ കേട്ടാ, വെന്തുണ്ടാവും. അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തില്ല. അതിൽ പാകത്തിനുള്ള ഇപ്പം ചെറുതായിട്ടൊരു വെള്ളമുണ്ട്, അത് വെന്തിട്ടുണ്ട്. ഇറക്കാം. ഇത് ഇറക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രം വെക്കുകയാണ് കേട്ടോ അടുപ്പത്ത്. എന്തായി? നട്ടുകൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ. നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഇത്തിരി ചാറുണ്ട് കുറച്ച്. ചേട്ടൻ വേണമെങ്കിൽ ഇത് കൂട്ടി ചോറുണ്ട് കേട്ടാ. ഇതിൽ ഇത്തിരി ചാറുണ്ട്.
ചാറും കയറൊന്നും വേണ്ട. വേണ്ടേ? ഞാൻ ഒരു കഷ്ണം തോരനാണ്, ഇത് കൂട്ടി ചോറിനാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഈ ഉള്ളി ഇങ്ങനെ എല്ലാതും നടു ഇങ്ങനെ അല്ല ചെറുതുകളൊന്നും ചെയ്തിട്ടില്ല, വലുതുകളൊക്കെ ഇങ്ങനെ നടു ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് അതിൽ വഴറ്റാൻ പോവാട്ടാ. കൂട്ടാൻ്റെ നല്ല മണം വരുന്നുണ്ട്. വാ പിന്നീട് അതിനൊരു കഷ്ണം എടുത്തേക്ക് എങ്ങനെയുണ്ടെന്ന് നോട്ടെ. അത് വേണ്ടാന്ന് പറഞ്ഞ ഇപ്പന്നല്ലേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്നത്. നോക്കി പോകാനാണ്. എരിവും പുളി ഉപ്പും ഒക്കെ ശരിക്കും പിടിച്ചിട്ടില്ലേ നോക്കണ്ട. ഇതാക്കി എടുത്തിട്ടാൽ മതി. ഏതാണ് നല്ലത് നമ്മൾ അറിയണല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാണെങ്കിൽ അല്ല അതിലിട്ടോ വലിയ ടേസ്റ്റ് അല്ല അത് ഈ കയ്യിലിരുന്നോടന്നതാട്ടാ. അതിൽ വലിയ ടേസ്റ്റ് പിന്നെ അങ്ങനെ വെച്ചാൽ പോരെ. അപ്പം നമുക്ക് അത് ചെയ്തില്ലല്ലോ. അയ്യോ അതായിരുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറും വേണ മതി. ഓ അതെ ഭയങ്കര ചൂട്. അപ്പൊ ഏതാണ് നല്ലത് നമുക്കൊന്ന് അറിയാലോ. അതെ അതന്നെ നമ്മളെല്ലാത്തിനും കൈ കടത്തണല്ലോ, തല കടത്തണല്ലോ. മറ്റേ കല്യാണരാമനില് ദിലീപ് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോ അണ്ടാ നീ ഒന്ന് അവൾക്ക് ഫോൺ വിളിച്ചു നോക്ക്. അവൾക്ക് ഫോൺ വിളിക്കണം, എന്റെ പട്ടി വിളിക്കുന്ന പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ വിളിക്കുന്നതാണ്. അന്ന പോലെയാണ് ചേട്ടൻ. ഒന്നും ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ അത് ചെയ്യും. ഞാനെന്താ നന്നാവാത്ത? നന്നാവണ്ട, ഇങ്ങനെ മതി. അവരിപ്പോ പുല്ല് വെട്ടണവർ പോയി. അപ്പുറത്തെ ജയന്റെ വീട്ടിലെ പുല്ല് വെട്ടണവർ പോയി. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരുന്നു ശബ്ദം. ഓണായിട്ട് എല്ലാവരുടെ വീടുകളിലും ക്ലീനിങ് വൃത്തിയാക്കലാണ്. നമ്മുടെ വഴിയിൽ നിറയെ പുല്ല്. അവിടെ വൃത്തിയാക്കാം. നാളെ നാട്ടിയ പോയേക്ക. അയ്യോ എന്നിട്ട് അണ്ണനാണ് കറുപ്പയ്യണ്ണൻ പാണ്ഡ്യാണൻ്റെ അളിയൻ. കൈ കഴുകിയ കൈ കഴുകിട്ടാണ് ഇരിക്കുന്നത്. ചൂടാറിണ്ടാവും. കുഞ്ഞു കുഞ്ഞു ഭക്ഷണമല്ല, ഞാൻ ചൂടാറ്. എന്റെ മുഖത്ത് സുഖമില്ലല്ലോ, പറയാൻ മാത്രം ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. വെളിച്ചെണ്ണ വെച്ചിട്ടില്ല, ഒരു തുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള. പിന്നെ വേറെ ഒന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ സ്മെല്ലുണ്ട്. അതൊക്കെ ഉണ്ട്. മസാല ചേർക്കണ്ട. കുറച്ച് എരിവുണ്ടാ? എരിവുണ്ട്. എരിവ് കൂടുതലാ? പാകം. രസമുണ്ട്. വെറുതെ തിന്നാം, എന്തോരം വേണമെങ്കിൽ തിന്നാം. അത് ചെടിയിൽ മുഴുവൻ തിന്നാൻ വേണമെങ്കിൽ. അത് ശരി. മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 4 കഷ്ണം ഇട്ട തന്നെ ഇനിയിപ്പോ വേസ്റ്റ് ആവോ ദൈവമേ, ഇനി അത് ഇതിലേക്ക് ഇടാനും പറ്റില്ല. അങ്ങനെ വിചാരിച്ചു. ഏയ് ലാസ്റ്റ് മതി. ഇവിടെ ഇടയിൽ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പെണ്ണല്ല. എനിക്കിഷ്ടമില്ല അങ്ങനെ ഇടയിൽ കഴിക്കാൻ, തോന്നില്ല. ചിലപ്പോൾ ഞാൻ തന്നെ ചെയ്യുമ്പോഴാവും. അല്ലെങ്കിലും എനിക്കിഷ്ടമില്ല ഇടയിൽ വന്ന് എടുത്ത് കഴിക്കാൻ. അതൊക്കെ അല്ല എൻ്റെ ബൂട്ടി വാഴയിൽ പറയണ പോലെ. വാഴ സിനിമ ചേട്ടന് ഇഷ്ടമായില്ല അല്ലേ? ഏയ് കുഴപ്പമില്ല. വാഴ സിനിമ കഴിഞ്ഞിട്ട് ഇവിടെ ജഗ്ഗു എന്നോട് പറയാം ഇനിയിപ്പോൾ ഉപദേശം തുടങ്ങും അച്ഛന്ന്. അതേപോലെ തന്നെ കണ്ട ജഗ്ഗു പഠിക്കാണ്ടിരുന്ന ഇങ്ങനെ ഉണ്ടാവും. പഠിക്കാണ്ട് നടക്കണ പിള്ളേരെ ഗതികേട് കണ്ട. അത് മറ്റേ പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ തുടങ്ങി. അത് കുറച്ചല്ല പറഞ്ഞു. അത് സാധാരണ എല്ലാവരും പറഞ്ഞ കാര്യമല്ല. പഠിക്കണം എന്ന് പറയുന്നത്, കുട്ടികളോട് പഠിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യമില്ല. പക്ഷെ അതിലൊരു കാര്യം കൂടിയും പാരൻസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതില് കുട്ടികളുടെ ഇഷ്ടം, അത് ഇഷ്ടമല്ല, അവർക്ക് എന്തിലാണോ കഴിവുള്ളതെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് വിടുക. അല്ലാണ്ട് അച്ഛനും മറ്റുള്ള പാരൻസിനെ പോലെ ഞാൻ ഇന്നത് പറയണ തന്നെ നീ പഠിക്കണം എന്ന് ഞാൻ നിന്നോട് ഒരിക്കലും പറയില്ല. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഇതിലെന്ത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം എന്നല്ല ഇതിൽ പറയാ. അതുപോലെ ആവരുത്. ഇല്ല, പറയാറാവണല്ലോ. ഒരിക്കലും പറയില്ല. +2 വരെ ഇങ്ങനെ പോവും. അത് കഴിഞ്ഞിട്ടാണ് ആർക്ക് വേണ്ടേ തിന്നാൻ രസമുണ്ട്. ഞാൻ ഒരു ലഹരിയിലെ മുഴുവൻ തിന്ന് പോയി. ഞാൻ ഇതിനെ പാവം ഇതില് ലഹരിയിലൊഴുകിടുന്നു ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടേ. വെറുതെ നിങ്ങളുടെ ആ മുഴുവനാണ്ട് ഇരുന്ന് തിന്നാം. ഇതിനെ സൈഡിൽ നിന്ന് കഴിച്ചോ. അല്ല നിനക്ക് ചിക്കൻ പറ്റില്ലല്ലോ, ലൂസ് മോഷൻ അല്ലേ. ഈ ഉള്ളി ഇത്രയ്ക്കായിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എന്തോരാവണം എന്നുള്ളത്. ഇത് ഏതാണ്ട് ഇപ്പം ഇങ്ങനെ ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വെച്ചു. ഇനി ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ആയിക്കോട്ടെ പിടിക്കേണ്ടി വരും. ഒരു കുഞ്ഞ് തോട്ടി വേണമല്ലോ നമുക്ക്.
വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ അതിപ്പോൾ നടപ്പത് മുറിച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വീണ്ടും വലുതായി ഇപ്പോൾ വലുതാവുന്നത്. ഇനി നമുക്ക് വേപ്പിൻ്റെ ഇല തണ്ടോട് കൂടി വേണം. ചെറിയ ചെറുതുകൾ എടുക്കാം. കൊങ്ങിണി നടൽ കഴിഞ്ഞു. ഇനി കുറച്ച് കടുക് പൊട്ടിക്കുന്നു. രാജാവിൻ പാറാണിയെ പക്കം. പിന്നെ വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ വേപ്പിൻ്റെ ഇല അങ്ങനെ തന്നെ ഇടാം തണ്ടോടുകൂടി. ഈ പാത്രം അടിപൊളിയല്ലേ? കടായി നല്ല പാത്രം. പക്ഷെ ഇതേ സ്റ്റൗന്ന് വെക്കാൻ പറ്റില്ല. സ്റ്റൗ വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ സാധനത്തിന് ഭയങ്കര ലേറ്റ് ആയി തട്ടുകടക്കാരിങ്ങനെ ചെരിച്ചു വെക്കുന്നുണ്ടല്ലേ? അതെ, നാളികേരം ചെരുക്കിയത് നല്ലൊരു കൂട്ടായില്ലേ? മണം വരുന്നില്ലേ? പിന്നീട് സാമ്പാർ ഇളക്കിയിട്ട് പുളിയുറുമ്പിന്റെ കളറാണോ? പുളിയുറുമ്പിന്റെ കളറ്. കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ, എന്നിട്ട് പുല്ലെങ്കിലും സരിത വലിച്ചോളോ, അതെങ്കിലും അജുനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടിരുന്നോളൂ പറഞ്ഞിട്ട്. അത് ശരി. ഈ പുല്ല് ഇത്തവണത്തെ കൂടി ഞാൻ വളട്ട് ഭംഗിക്ക് തരും. ഇനി തൊട്ടിട്ട് പുല്ല് വലിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല ഉണ്ടാക്കാത്തത്. ഭംഗിക്ക് തരും ഇവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കുറച്ച് പുല്ല് ഞാൻ വലിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ബാക്കി സ്ഥലത്ത് മൊത്തം ചേട്ട പുല്ല് വലിക്കുന്നു, ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ വീണ്ടും വലിക്കുന്നു. എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ മൊത്തം ഞാൻ വലിച്ച പോലെ ആളുകൾ തോന്നിപ്പിക്കണ പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഭൂരിഭാഗം പേര് ചെയ്യുക. അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടാ. നല്ല രസമാണ് അവരുടെ ബിഹൈൻഡ് ദ സീൻ കാണാനായിരിക്കും ഏറ്റവും രസം. ഏറ്റവും വലിയ തമാശ അല്ലേ? അതെ, ഭയങ്കര തമാശയായിരിക്കും. അല്ല, അങ്ങനെ ആളുകൾ ചെയ്യാന്ന് അല്ല, എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടാ. നന്നായിട്ട് പണിയെടുക്കണ ആൾക്കാരുണ്ടാവും ശരിക്ക് കാണിക്കണവര്. ഇത് പുളിയുറുമ്പിന്റെ കളറായി ചേട്ടാ, നോക്കിയ പുളിയുറുമ്പിന്റെ കളറായില്ലേ? ഇനി പുളിയുറുമ്പൊന്നും വേണ്ട, കിക്കിളി ഉറുമ്പിന്റെ കളറൊക്കെ മതി. കിക്കിളി ഉറുമ്പാ? കിക്കിളി ഉറുമ്പിന്റെ കളർ കറുപ്പാ. അതെന്തേലും ചെയ്യാൻ മതി. ഇനി മതി അല്ലേ? പുളിയുറുമ്പായില്ലേ? അതിന്റെ ഇനി കരിക്കണ്ട. ഇതിലേക്ക് ഈ ഉള്ളിയിടാം. ഇത് എവിടെയുള്ള കന്യാകുമാരി? നാഗർകോവിൽ. കന്യാകുമാരി നാഗർകോവിലൊക്കെ ഒന്ന് തന്നെയാണ്. അവിടുത്തെ ഫുഡാണല്ലേ? അവര് വയ്ക്കുന്നൊരു തോരനാണ് ചിക്കൻ തോരൻ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോവുകയാണ്. ഇളക്കണം ഞാൻ. ഈ സാധനത്ത് ഈ കോലിപ്പുറത്തേക്ക് പിടിച്ചിരിക്കും. ഇത് ഇങ്ങടാക്കി. അപ്പോൾ ഇതിപ്പോൾ പിടിച്ചിട്ട് ഇളക്കാമല്ലോ. പിന്നെ ഇതിലിളക്കണ പാത്രം ഇതല്ല, കയ്യിലല്ല. ഈ സാധനം കൂടെ ഇളക്കുക. സാധാരണ സ്റ്റീലിന്റെ മറ്റേ ചട്ടകല്ലേ, അതുകൊണ്ടാണ് ഇളക്കുക. ഞാൻ എന്താ വെച്ചാൽ അത് ഭയങ്കര സൗണ്ട് ആവും. അതുകൊണ്ടാ വീഡിയോയിലേ സൗണ്ട്. ഈ ഹെഡ്ഫോണൊക്കെ വെച്ച് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇതിങ്ങനെ കരകര സൗണ്ട് ഭയങ്കര ഇങ്ങനത്തെ മറ്റേ ചട്ട കൊണ്ട് തന്നെ ഇളക്കണം. അല്ലെങ്കിൽ അടിയിൽ ഒരു ഇതുണ്ടാവും. ഇത് അടിയെ പിടിക്കൊന്നുമില്ല. അല്ല, ഇത് അടിയെ പിടിക്കില്ല. കാണാൻ നല്ല ഗ്ലാമറായില്ല സാധനം. ഇതിപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു ലേശം ഉപ്പുണ്ടെന്നല്ല പറഞ്ഞ ചേട്ടാ? ഉപ്പ് ഒരു സ്വല്പം ഇട്ടോ. ഇത്രയും സാധനങ്ങൾ വന്നതല്ലേ അല്ലേ? ഗരം മസാലപ്പൊടി ഒരു ലേശം കൂടി ചേർത്തു. കുറച്ച് ഉള്ളിയും നാളികേരൊക്കെ വന്നതല്ലേ, അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്തു. ഇനി ഇളക്കുക. എന്നിട്ടിത് പൊത്തി വയ്ക്കുക. ഗംഭീരായി. തട്ടുകടലിലൊക്കെ ഈ സാധനം കൊടുത്തു കഴിഞ്ഞില്ലേ കസറ് ഉറപ്പാണ് ഒറ്റടിക്ക്. ഇപ്പോൾ ഉള്ളി കാര്യം നന്നാക്കും. പിന്നെ ഇത് മുതലാവില്ലേ ഈ സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇനി ഇത് എങ്ങനെ വേണമെങ്കിലും ഡ്രൈ ആയി വേണമെങ്കിൽ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഡ്രൈ ആവും. ഇനി ഒന്നാമത്തേൽ നമ്മൾ ചിക്കനിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് വേവിച്ചിട്ടുള്ളത്. തീ കത്തണ്ടേ? തീ ചെറുതായിട്ട് കത്തിയാൽ മതി, ഭയങ്കരമായിട്ട് കത്തണ്ട. വേണമെങ്കിൽ നമുക്ക് മൂടിയിടാല്ലേ? കുറച്ച് സമയം അവിടെ കിടക്കട്ടെ. ഇടയ്ക്ക് നിലയ്ക്കുള്ളൂ കേട്ടോ. മഴക്കാരെ അപ്പോൾ ചെമ്പരത്തി അടം അടിപൊളിയായി തുടങ്ങിയില്ലേ? നോക്കിയേ എന്തൊരു ഭംഗിയേ. ഇനി ഇതിൻ്റെ കടക്കിൽ വളട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റോസിക്ക് വളട്ട് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഇതിനും വളട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും വലുതാവും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മഴ പെയ്തിട്ടേ ഇലകളൊക്കെ മോരടിച്ചു. പക്ഷേ ഒരു പൂവുണ്ടായത് നല്ല ഭംഗിയായി. നോക്കിയാൽ അതിന് വലിപ്പം കണ്ട സരിത. പഴയ ചെമ്പരത്തിപ്പൂവിൻ്റെ വിലയില്ല, ചെമ്പരത്തിപ്പൂവിൻ്റെ വലിപ്പനാണല്ലേ. കുറേ പേര് അന്ന് നമ്മൾ ഈ ചെടി വയ്ക്കണേലിട്ട കമന്റ് ഒന്നും ഇട്ടെന്ന് അറിയാം ചേട്ടാ.
നഴ്സറിയിലത്തെ മണ്ണ് പൊട്ടിച്ച് കളഞ്ഞ് ഇതിന്റെ വേരൊക്കെ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ ഇതൊന്നും വളരില്ല, ഒക്കെ മുരടിച്ചു പോകുന്നു. അത് ചട്ടികളിൽ വെക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ മണ്ണിൽ വയ്ക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേരുകളൊക്കെ സാധാരണ പോലെയാവും. നമ്മൾ ഇവിടെ നനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത പൂവ് വരുമ്പോൾ നോക്കിക്കോ, വലിപ്പം വരുന്ന പൂവ്, അതാണ് അതിൻ്റെ തെളിവല്ലോ. നമ്മൾ ഈ വലിയ ഇപ്പം നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള വലിയ വലിയ വൻമരങ്ങൾ വരെ അങ്ങനെ ഇനി വെച്ചാണ് അല്ലേ, അത് ഇളക്കാണ്ട് അങ്ങനെ തന്നെ അങ്ങനെ നോക്കിയല്ലോ. എന്നിട്ട് അതിന് ഒരു വളർച്ചക്കുറവും ഉണ്ടായിരുന്നില്ല. മണ്ണിലേക്ക് വരുമ്പോ അതിന്റെ വേര് തന്നെ ഇളക്കണ്ട. പിന്നെ അതിൻ്റെ ഇങ്ങനെ ഒന്ന് മണ്ണ് ചുറ്റുവട്ടം എടുത്തിട്ട് വളം കൊണ്ടൊന്നുമില്ല, വേണ്ട. ഒരു ആകെ മുട്ടപ്പളേക്കും സരിതേരെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഈ മുത്തങ്ങ ഉണ്ടോ മന, നമ്മുടെ ഈ വഴി നോക്കി മുത്തങ്ങ ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ മുത്തങ്ങ വരുന്നുണ്ട്, പറിക്കണം ഒക്കെ. ഷീറ്റ് ഇട്ടിട്ടും പിന്നെ എന്താ അത് മുത്തങ്ങയ്ക്ക് വരാൻ വലിയ ഇതൊന്നും വേണ്ട, അത് ഏതിൻ്റെ ഇടകൂടെ വേണമെങ്കിലും വരും. കുറച്ച് സമയം പൊത്തി വെച്ചു, ചെറുതായിട്ട് തീ കത്തുണ്ടായിരുന്നു. മതിയില്ലേ? ഇന്ന് ചെയ്യണ്ട ചേട്ടാ? മതിച്ച് നിനക്ക് തോന്നുന്ന പോലെ നിർത്താം, അത്രേ ഉള്ളൂ. ചെമ്പരത്തിക്ക് വളം ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേ ഇതിന്റെ ടേസ്റ്റ് വരാന്ന് പറഞ്ഞ ചേച്ചി. ആ സമയം വരെ കാത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ ചേട്ടൻ ഇതിന്റെ വളമിടൽ കഴിഞ്ഞാൽ വന്നു, അതുവരക്ക് ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ വളമിട്ടിട്ട് ചെത്തി കൂട്ടണം കേട്ടോ. ഇനി നമ്മൾ വളമിട്ടിട്ട് ചെത്തി കൂട്ടണം, കണ്ട. നിർത്താൻ സരിതാ? ആ നിർത്തിക്കോ. കഴിഞ്ഞു, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം. അപ്പൊ അതിന്റെ ഇടയിലത്തെ മറ്റേ ചെണ്ടുമല്ലി അതാക്കാം. വളം കൊണ്ടുണ്ട്. എനിക്ക് വിശന്ന് തുടങ്ങി, ഭയങ്കര വിശപ്പായി. എടുക്കട്ടെ അപ്പൊ ചേട്ടന്? ശരിക്കും കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം, അടുപ്പം ഒന്ന് മാറ്റി വെച്ചിട്ടേ ചേട്ടാ. എടുക്കാൻ പോവാട്ടെ ഇരിക്കേ. മതിയാ? ഇനി പിന്നെ മതി, ഇത് കഴിഞ്ഞിട്ട് മതിയല്ലേ. കണ്ട സൂപ്പർ സാധനം കേട്ടാ. കഴിച്ചു നോക്കിയേ. അല്ല, ഇത് മുന്നേ നമ്മൾ കഴിച്ചാണല്ലോ, അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള കൂട്ടുകൾ ചേർത്തതിന് ശേഷം അപ്പോൾ വേറെ ഇതിന്റെ അവസ്ഥ എന്താന്ന് നോക്കി നോക്കിയേ. നാഗർകോവിൽ ചിക്കൻ തോരൻ. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ചിക്കൻ തോരൻ കഴിക്കാൻ പോവാണ്. സരിതും കഴിച്ചോ? ഇവർക്ക് ഉള്ളിയില്ലേ, ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടുന്ന ഉള്ളി അത് ഇഷ്ടമല്ല. ഈ സാമ്പാർ ഉള്ളി സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു ഉള്ളി ഉടയ്ക്കും സരിത. മോഹൻലാൽ ചിക്കനേക്കാൾ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാട്ടാ. ഗംഭീര. അതിൻ്റെ നാളേരെ കുറച്ചുകൂടി ആവായിരുന്നു അല്ലേ? നാളേരെ അറിയില്ല, എൻ്റെ വിചാരം നാളേരെ കുറേ കടിക്കുന്നു. ഇല്ലാട്ടാ, ആ ഉള്ളിയൊക്കെ തന്നെ എന്ത് രസമല്ലേ. ആമ്പാ നാഗർകോവിലുകാർ ഇങ്ങനെയൊക്കെ വയ്ക്കുമോ ഇത്രയും ടേസ്റ്റില്? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അവർക്ക് ടേസ്റ്റ് വെച്ച് കഴിച്ചൂടെ? കാലക്കനായിട്ടാ പറയാൻ വാക്കുകളില്ല. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോ ഈ സാധനം. അടുത്ത ഞായറാഴ്ച ചിക്കൻ വാങ്ങിക്കുമ്പോളേ അത് കുറച്ചെടുത്തിട്ട് ചെറുതായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കില്ല, അപ്പം എന്നാ ചിലവാകും. കുനുകുന തന്നെ നോക്കിയോട്ടാ, ചില്ലി കെട്ട്. ഇതോ നോക്കിയേ, വേപ്പിലയും ഉള്ളിയും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്ഥലത്താ. നോക്കി നോക്കി ചിക്കൻ ഇത് ബോൺലെസ് ആയിട്ട് ആക്കുകയാണെങ്കിൽ സുഖല്ലേ? കണ്ട് വരുമായിരുന്നില്ല. എല്ല് വേണം. എല്ല് വേണം. നിങ്ങൾക്ക് ഈ ചിക്കൻ വേണോ? നീ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധനം നമ്മളാരും കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ. വീണ്ടും സരിതർപ്പായിട്ട് കൊണ്ടുവന്നു. അതേ, നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഇത് ക്ഷമയോടെ കാത്തിരുന്ന് വെറുതെ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തീറ്റ. ഞാൻ നിനക്ക് പറഞ്ഞ മായൽ വെച്ച് തരാം, ചൂടുണ്ടാവും കേട്ടോ. എന്താ ജഗ്ഗുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു? പുളിയുണ്ടാ? ഉപ്പാ പുളി. ഇതാണ് എല്ലാം ചേട്ടൻ പറഞ്ഞത്, ജഗ്ഗുവിൻ്റെ അടുത്ത് ഒരിക്കലും ടേസ്റ്റ് ചോദിക്കരുത്. ഉപ്പ്. അപ്പോൾ നമുക്ക് ആ ചേച്ചിട്ട് വരുന്ന മേഴ്സി ചേച്ചി, ആളിത് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ചേച്ചിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞിട്ട് കുറേ നാളായിട്ടാ. എന്ത് ചെയ്യാം, ഇത് കുറേ പേരിങ്ങനെ അയച്ചിട്ടുണ്ട്. എല്ലാവരും മെല്ലെ മെല്ലെ ഓരോന്നൊക്കെ ചെയ്യാം. കുറേ പേരൊക്കെ 2 വർഷങ്ങളായിട്ടുള്ള റെസിപ്പിയുടെ വരെ ഉണ്ട്.
അപ്പോൾ നമുക്കൊന്ന് തടാ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം.